ബിസ്മില്ലാഹിർറഹ്മാനിർറഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഫഅഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വകഫാ വസ്സലാമുൻ അലാ ഇബാദിഹി അല്ലദീന ഇസ്തഫാ. അമ്മാ ബഅദ്. ബഹുമാനമുള്ള പ്രേക്ഷകരെ, ശ്രോതാക്കളെ, ബഹുമാനമുള്ള നമ്മുടെയൊക്കെയും ആദരണീയരായിരുന്ന ശൈഖുന അത്തിപ്പറ്റ ഉസ്താദ് അവറുകളെക്കുറിച്ച് എന്തെങ്കിലും ചില ഓർമ്മകൾ അയവിറക്കാൻ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് വളരെ കുറഞ്ഞ നിമിഷങ്ങൾ ഞാൻ ഉപയോഗപ്പെടുത്തുന്നത്. അള്ളാഹു എൻ്റെ ഈ സംസാരവും നിങ്ങളുടെ ഈ കേൾക്കലുമൊക്കെ ഒരു സാലിഹായ അമലാക്കി തീർക്കട്ടെ. ഓരോ വ്യക്തികൾക്കും ഓരോ തരം വൈശിഷ്ട്യങ്ങളും പ്രത്യേകതകളും സ്വഭാവങ്ങളുമൊക്കെ ഉണ്ടാവും. ഓരോ ആളുകളും അവരുടെ മേഖലകളിൽ ശ്രദ്ധേയരുമായിരിക്കും. എന്നാൽ നമ്മളൊക്കെ ഏറ്റവും ശ്രദ്ധിക്കേണ്ടയും ഏറ്റവും പ്രാധാന്യം നൽകേണ്ടയും ഒരു മേഖല, അത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതചര്യയും അവർക്ക് നമുക്ക് കാണിച്ചു തന്ന സൽപാന്താവും പിന്തുടരുക എന്നതാണ്. അത് ആരാണോ പിന്തുടരുന്നതെങ്കിൽ ആ വ്യക്തി അള്ളാഹുവിൻ്റെ അടുക്കലും സൃഷ്ടികളെടുക്കലും ലോകർക്കിടയിലൊക്കെയും വളരെ ശ്രേഷ്ഠനാവും, ബഹുമാന്യനാവും, അള്ളാഹുവിൻ്റെ എല്ലാവിധ പ്രീതിക്കും അർഹനാവും. അതിന് ഏറ്റവും വലിയ ഒരു ജീവിക്കുന്ന നിദർശനവും ഒരു തെളിവുമാണ് നമ്മളിൽ നിന്ന് അടുത്ത കാലത്ത് വിട പറഞ്ഞ നമ്മുടെ ശൈഖുന അത്തിപ്പറ്റ ഉസ്താദ് അവർകൾ. നാം പല സഹാബത്തിനെ സംബന്ധിച്ചും കേട്ടിരിക്കും. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് നാം കേട്ടിട്ടുണ്ട്. മുത്തബിഉ സുന്ന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എവിടെ നിന്നു, എവിടെ ഇരുന്നു, എവിടെ കടന്നു. അതുപോലെ പല ആളുകളെ സംബന്ധിച്ചും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തൊരു ഭക്ഷണമാണ് ഇഷ്ടമുണ്ടായിരുന്നെങ്കിൽ ആ ഭക്ഷണം ഇഷ്ടപ്പെടുക. ഈ രീതിയിൽ പോലും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിന്തുടരുന്ന ഒരുപാട് സഹാബത്തിനെ പറ്റിയും താബീങ്ങളെ പറ്റിയും മഹാന്മാരായ ആളുകളെ പറ്റിയും നമ്മൾ ചരിത്രത്തിലൊക്കെ ധാരാളം വായിച്ചിട്ടുണ്ട്. എന്നാൽ നമ്മൾ അധികം ആളുകളും ബന്ധപ്പെടാതെയും ശ്രദ്ധിക്കാതെയും പോയ ഒരു ജീവിതമായിരുന്നു യഥാർത്ഥത്തിൽ അത്തിപ്പറ്റ ഉസ്താദ് അവറുകളുടേത്. അദ്ദേഹത്തിൻ്റെ ജീവിതം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യ, അത് ചര്യയാണ് എന്ന് സ്ഥിരപ്പെട്ട് വന്ന ഒരു ചര്യയും നമ്മൾ അനുഭവിച്ചിടത്തോളം, നമ്മൾ കണ്ടിടത്തോളം മഹാനവറുകൾ പിന്തുടരാതിരുന്നിട്ടില്ല. ശരിക്ക് പറഞ്ഞാൽ ആ സഹാബത്തിൻ്റെ ആ മാതൃകയെ പിന്തുടർന്നുകൊണ്ട് ഒരു ചെറിയ മാതൃകയായി നമുക്ക് ബഹുമാനപ്പെട്ട ഉസ്താദ് അവറുകളെ കാണാൻ കഴിയും. ഏതൊരു കാര്യമായിരുന്നാലും നടത്തത്തിലും ഇരുത്തത്തിലും പുഞ്ചിരിയിൽ പോലും റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പൊട്ടിച്ചിരിക്കാറില്ല. ഉസ്താദ് അവറുകളുടെ കൂടെ പലതവണയും സന്ധിക്കുകയും പല യാത്രകളിൽ ഒന്നിക്കുകയും ഒക്കെ ചെയ്തിട്ടാൽ മഹാനവറുകൾ തൊള്ള പൊളിച്ച് പൊട്ടിച്ചിരിക്കുന്ന ഒരവസ്ഥ നമ്മൾ കണ്ടിട്ടില്ല.
ഒരു മന്ദസ്മിത തൂകും, പുഞ്ചിരിക്കും. വലിയ സന്തോഷമോ വലിയ അത്ഭുതമോ ഉണ്ടെങ്കിൽ പല്ല് മുഴുവനും പുറത്ത് കാണുമെങ്കിലും ശബ്ദം പുറത്ത് വരില്ല. ഞാനൊരു ചെറിയൊരു ഉദാഹരണമാണ് പറയുന്നത്. അതുപോലെ ഭക്ഷണ രീതി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭക്ഷണ രീതി അത് പ്രവർത്തന പദത്തിൽ കൊണ്ടുവരുന്ന വളരെ കുറഞ്ഞ പണ്ഡിതന്മാരുടെ കൂട്ടത്തിൽ ഒരു മഹാപണ്ഡിതനായിരുന്നു ശൈഖുന ഉസ്താദ് അവർ. ആ ഭക്ഷണത്തിൻ്റെ ഇരുത്തവും അതിൻ്റെ ഓരോ അവസ്ഥകളും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യ എന്തായിരുന്നുവെങ്കിൽ അത് പിന്തുടരുന്നതിൽ വളരെയധികം ബദ്ധശ്രദ്ധനായിരുന്നു. അതിൽ നിന്ന് നമ്മൾ പാഠം പഠിക്കേണ്ടതുണ്ട്. മഹാനായ ഉസ്താദ് അവർ ഒരു സാധാരണ ഒരു പണ്ഡിതനാണ്. അല്ലാതെ ഒരു വലിയ മുദരിസായി ഒരുപാട് ശിഷ്യന്മാരെ ഒക്കെ സമ്പാദിച്ചു കൊണ്ടുള്ള അങ്ങനെയുള്ളൊരവസ്ഥ ആയിരുന്നില്ല. ഒരു സാധാരണഗതിയിലുള്ള ഒരു പണ്ഡിതനായിരുന്നു. ജീവിതത്തിൻ്റെ വലിയൊരു ഭാഗം അൽ-ഐനിൽ പള്ളിയിൽ ഇമാമായി കൊണ്ടുള്ള സേവനവുമായിരുന്നു. നാട്ടിൽ വന്ന് അല്പവർഷക്കാലം മാത്രമാണ് ഇവിടെ ദീനി ഖിദ്മാത്തുകളുമായി ജീവിച്ചത്. പക്ഷേ ഉസ്താദിനോടുള്ള ജനങ്ങളുടെ ആ താല്പര്യവും ആ സ്നേഹവും അത് ഇന്ന് ഒരു പക്ഷേ മറ്റൊരു വിധം ആളുകൾക്കൊന്നും കിട്ടാതെ പോകുന്ന ഒന്നാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ഈ മഹാസൗഭാഗ്യത്തിന് ഉസ്താദിനെ ഉടമയാക്കിയ ഒരേ ഒരു കാര്യം ഇത്തിബാഉ സുന്ന, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യ ഏതാണ് എന്നറിയപ്പെട്ടൊരു ചര്യയും അത് പിന്തുടരാതിരിക്കുകയില്ല. അത്ര സൂക്ഷിക്കുന്ന, അത് ഉസ്താദിൻ്റെ കൂടെ നടന്ന, ഉസ്താദിൻ്റെ കൂടെ ജീവിച്ച, ഉസ്താദിന് ഖിദ്മത്ത് ചെയ്ത, ഉസ്താദിൻ്റെ കൂടെ കടന്ന, ഉസ്താദുമായി ബന്ധപ്പെട്ട എല്ലാ ആളുകൾക്കും അറിയുന്നതാണ്. ഒരുപാട് ആളുകൾക്ക്, ആയിരങ്ങൾക്ക് അറിയുന്നതാണ്. പ്രത്യേകിച്ചും ഗൾഫ് നാടുകളിലൊക്കെ ഉസ്താദിൻ്റെ കൂടെ ജീവിച്ച ആളുകൾക്ക് നന്നായിട്ട് അറിയുന്നതാണ്. എന്തൊരു കാര്യമായിരുന്നാൽ, ഒരു രോഗശുശ്രൂഷ, രോഗിയെ സന്ദർശിക്കുക, മരിച്ചെടുത്ത് പോവുക, ഇതിലൊക്കെ നമ്മളൊക്കെ പലപ്പോഴും മരിച്ചെടുത്ത് പോകുന്നത് എന്തായിരിക്കും? എങ്ങനെ ഇപ്പോൾ ഇത് പോകാതിരിക്കുക, കാരണം നമ്മളായിട്ട് ബന്ധപ്പെട്ട ആളാണ് എന്നേൽക്കുക. ഇതല്ല, ഉസ്താദല്ല, ബന്ധമൊന്നും വേണമെന്നില്ല. ഒരു മുസ്ലിമായ മനുഷ്യൻ മരിച്ചാൽ അതാണല്ലോ ഇതാ മാത്തൽ മുസ്ലിമു. എവിടെ മുസ്ലിം എന്നാണ് പറയുന്നത്, പരിചയക്കാരെന്ന് പറയുന്നില്ല. മൂമിന് മുസ്ലിം എന്നാ. അത് പരിചയമുണ്ടായാലും പരിചയമില്ലെങ്കിലും ഒരു മുസ്ലിം, ഒരു മൂമിന്, അതാണ് നമ്മൾ തമ്മിലുള്ള ബന്ധം. ആ നിലക്കായിരിക്കണം നമ്മൾ പോകേണ്ടത്. ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും രസകരമായ മേഖല മരണമേഖലയാണ്. ഒരാൾ മരിച്ചു എന്ന് കേട്ടാൽ പിന്നെ പരിചയം വേണമെന്നൊന്നുമില്ല, നേരെ അവിടെ കയറിച്ചെന്നു. അപ്പോൾ ഇതൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യയായിരുന്നു. അപ്പോൾ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യ പിന്തുടർന്നുകൊണ്ട് നമുക്കൊരുപാട് ഉയരങ്ങളിലെത്താൻ കഴിയുമെന്നുള്ളതിന് ജീവിക്കുന്ന ഒരു നിദർശനമായിരുന്നു യഥാർത്ഥത്തിൽ ഉസ്താദ്. പക്ഷെ പല ആളുകളും ഉസ്താദിൻ്റെ ജീവിതകാലത്ത് അതൊന്നും വേണ്ട പോലെ മനസ്സിലാക്കാതെ പോയി. ഇപ്പോൾ പല ആളുകളും എന്നോട് തന്നെ സങ്കടം പറയാറുണ്ട്, എനിക്ക് ഉസ്താദിനൊന്ന് നേരിട്ട് കാണാൻ കഴിഞ്ഞില്ലല്ലോ, ബന്ധപ്പെടാൻ കഴിഞ്ഞില്ലല്ലോ എന്നൊക്കെ പറയുന്ന പല ആളുകളുണ്ട്. അതൊക്കെ പറയാനുള്ള കാരണം എന്താ? അല്ലാതെ ഉസ്താദ് ഇങ്ങനെ ഭയങ്കര അമാനുഷിക കൃത്യം കാണിക്കുകയോ ആളുകളെ ചപ്പടാസി വിദ്യയിലൂടെ എന്തെങ്കിലും ഒപ്പിച്ചെടുക്കുകയോ ചെയ്യുന്ന ആളായിരുന്നില്ല. സാധാരണ രീതിയിലുള്ള ഒരാളായിരുന്നു. എന്നിട്ടും ഇത്രയും ആളുകൾ മഹാനവറുകളെ മനസ്സിൻ്റെ അകത്തളത്തിൽ, മനസ്സിൻ്റെ അടിത്തട്ടിൽ സ്വീകരിക്കാനുള്ള കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ ചര്യ പിന്തുടർന്നു എന്നുള്ളത് മാത്രമാണ്. അതാണ് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചര്യയാണ് സഹാബത്ത് നമ്മൾക്ക് കാണിച്ചു തന്നത്. താവഴിയായിക്കൊണ്ട് നമ്മുടെ പണ്ഡിതന്മാരൊക്കെ കാണിച്ചു തന്ന് അതിൻ്റെ ഒരു ജീവിക്കുന്ന ഒരു നിദർശനമായി, ഒരു ദൃഷ്ടാന്തമായി നമ്മുടെ ഉസ്താദ് നമ്മൾക്കിടയിൽ നമ്മളറിയാതെ ജീവിച്ച് നമ്മളോട് വിട പറഞ്ഞു പോയി. അപ്പോൾ അതുകൊണ്ട് മഹാനവറുടെ ഒരുപാട് ചര്യകളുണ്ട്. ഏതൊരു വിഷയത്തിലും ഉസ്താദിന് ഒരു വ്യതിരിക്തമായ ഒരു കാഴ്ചപ്പാടുകളും അതിൻ്റേതായ ഒരു അഭിരുചികളൊക്കെ ഉണ്ട്. അപ്പോൾ അതെല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം ധാരാളം പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട്. ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള അത്ര പുസ്തകങ്ങൾ ഒരു പക്ഷേ അനുസ്മരണ പതിപ്പുകൾ മറ്റാരെങ്കിലും സംബന്ധിച്ചുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. അത്രയധികം പുസ്തകങ്ങളുണ്ട്. അതിലൊക്കെ ഉസ്താദിൻ്റെ എല്ലാ ചരിത്രങ്ങളും എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ പരിശോധിച്ച്
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചര്യ എന്തായിരുന്നു എങ്കിൽ ആ ചര്യകൾ മുഴുവനും നമുക്ക് ഉസ്താദിൽ കാണാൻ കഴിയുന്നുണ്ട് എന്നതാണ് ഉസ്താദിനെ വളരെ മഹാത്മ്യവൽക്കരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾക്കും മഹാന്മാരാകണമെങ്കിൽ, നമ്മൾക്ക് ആ ഒരവസ്ഥയിലെത്തണമെങ്കിൽ നമ്മളും തിരുസര്യ പിന്തുടർന്ന് ജീവിക്കണം എന്നുള്ളതാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. വാഹിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.